വിസ്മയ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ആർക്ക് നറുക്കു വീഴുമെന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ. നിയമസഭാ കക്ഷി യോഗത്തിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കെ.സി. വേണുഗോപാൽ. ഘടകകക്ഷികളെ കൂടെ നിർത്തി വി ഡി സതീശൻ വിഭാഗവും അനുഭവ പരിചയം പറഞ്ഞ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശ്രമം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനം ഉടനെന്ന് കെ.സി. വേണുഗോപാലും പാർട്ടി പറയും പോലെ പ്രവർത്തിക്കുമെന്ന് വി ഡി സതീശനും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങൾ കാണാം. അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കൊരു ദേശീയ പാർട്ടിയാണ്, കോൺഗ്രസിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഇപ്പോൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കട്ടെ. നമുക്കതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനോ അവകാശവാദങ്ങൾ നടത്താനോ ഒന്നിനും ഞാനില്ല. ഞാൻ ഒരു കാര്യത്തിനുമില്ല, ഒരു അവകാശവാദത്തിനുമില്ല, ഒരു അഭിപ്രായ പ്രകടനത്തിനുമില്ല. അത് പാർട്ടി ചെയ്യേണ്ട ജോലിയാണ്, അത് പാർട്ടി ചെയ്യട്ടെ. എൻ്റെ ജോലി, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നന്നായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള ആത്മവിശ്വാസവും അഭിമാനവും എനിക്കുണ്ട്. ഞാൻ കരുതുന്ന CPM BJP ഡീലുണ്ടായിരുന്നു. പൂർണ്ണമായി കേരളത്തിൽ നടപ്പായില്ല, പക്ഷെ ചില സ്ഥലങ്ങളിലെങ്കിലും നടപ്പായി. ഒരു വെള്ളി തളികയിൽ വെച്ചിട്ടാണ് അവർക്ക് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM ആണ്. പാർട്ടി നേതൃത്വം കൂടിയാലോചന നടത്തി, ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തി മറ്റു അനന്തര നടപടിയിലേക്ക് കടക്കും. അധികം വൈകാതെ തന്നെ കടക്കും. അത്തരം കാര്യങ്ങളിൽ ഇതിനകത്ത് വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട് പിന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. അല്ലാതെ മറ്റേതെങ്കിലും പ്രചരണത്തിൻ്റെ രീതിയിൽ ബോർഡ് വെക്കുന്നുണ്ടോ, ബാനർ വെക്കുന്നുണ്ടോ, അത് എൻ്റെ ആയാലും ആരുടെ ആയാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. അതെല്ലാം അത്തരം പ്രൊസീജിയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പരിശ്രമമായിട്ട് കാണാൻ പറ്റും. വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. ജാതിയും മതവുമല്ല, മറിച്ച് സ്ഥാനാർത്ഥിയുടെ നന്മയും പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് വലുത് എന്ന് ജനം തിരിച്ചറിഞ്ഞൊരു തിരഞ്ഞെടുപ്പാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വിഭജിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനം അവരുടെ കൂടെ ഇല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. ഇനിയെങ്കിലും അത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കുക. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നിരീക്ഷകർ ഉടൻ കേരളത്തിലെത്തും. പി ചിദംബരം, അശോക് ഗെഹ്ലോട്ട് എന്നിവർ നിരീക്ഷകരായേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്തും ഡൽഹിയിൽ നിന്ന് PR അരവിന്ദും ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് R ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, മുഖ്യമന്ത്രി ആരാകും എന്നതിലാണ് ഇനി കേരളത്തിൻ്റെ ആകാംക്ഷ. എത്രയും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ആരെയായിരിക്കും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുക എന്നത് വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പ്രധാന നേതാക്കളുടെ പേരുകൾ സജീവ പരിഗണനയിൽ ഇപ്പോഴുമുണ്ട്. അത് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, മികച്ച വിജയത്തിലേക്ക് UDF-നെ നയിച്ച പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ, അനുഭവ സമ്പത്തിൻ്റെ പേരിൽ, പരിചയസമ്പന്നതയുടെ പേരിൽ രമേശ് ചെന്നിത്തല. ഈ 3 നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ള പേരുകളാണ്. ആർക്കായിരിക്കും നറുക്കു വീഴുക എന്നത് സംബന്ധിച്ചും അതിൻ്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീജിത്തിന് പറയാനുള്ളത്? ശ്രീജിത്ത്. ദിലീപ്, കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് 2 തരത്തിലുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, കോൺഗ്രസ് MLA-മാർ ഭൂരിപക്ഷം പേർ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതാണ് ആദ്യ ഘടകം. അതായത് ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്നത് 63 MLA-മാരാണ് കോൺഗ്രസിന്. അതിൽ ഭൂരിപക്ഷം പേരുടെ പിന്തുണ ആർക്കൊപ്പമാണ്? കെ.സി. വേണുഗോപാലിനൊപ്പമാണോ, രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണോ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പമാണോ എന്നതാണ് ചോദ്യം. ഇവരിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളുടെ പേരുമായിട്ടാണ് ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷക സംഘം ഇവിടെ നിന്ന് ഡൽഹിക്ക് പോകുന്നത്. അതായത് ആദ്യ നടപടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കേരളത്തിലേക്ക് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനായി 2 നിരീക്ഷകരെ നിയോഗിക്കും. ആ നിരീക്ഷകർ കേരളത്തിലെത്തി MLA-മാരെ ഒറ്റയ്ക്കും കൂട്ടായും കാണും. അങ്ങനെ ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗത്തിൽ, അതായത് CLP യോഗത്തിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്ന തീരുമാനവും അടങ്ങുന്ന റിപ്പോർട്ടുമായി ഈ നിരീക്ഷകർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണും. അവിടെ നിന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർലമെന്ററി ബോർഡ് ചെയർപേഴ്സണായ സോണിയാഗാന്ധി ഇവരടങ്ങുന്ന നേതൃനിരയായിരിക്കും തീരുമാനമെടുക്കാൻ പോകുന്നത്. കെ.സി. വേണുഗോപാലിൻ്റെയും വി ഡി സതീശിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പേരുകൾ ഒരുപോലെ ഇനി ഡൽഹിയിലേക്കാണ്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അരവിന്ദ്, ഇനി ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഹൈക്കമാൻഡ് നിരീക്ഷകരെ ആദ്യം കേരളത്തിലേക്ക് അയക്കും. പി ചിദംബരവും മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും നിരീക്ഷകരായേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവർ ഇവിടെ എത്തി MLA-മാരുടെ അഭിപ്രായമാരായും ഘടകകക്ഷികളുടെ അഭിപ്രായം
പിന്നീടായിരിക്കും ആവശ്യമെങ്കിൽ തേടേണ്ടി വരിക. കാരണം കോൺഗ്രസിൻ്റെ തീരുമാനമാണ് ഇതിൽ നിർണായകമാവുക. കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് നിരീക്ഷകരെത്തി എപ്പോഴെത്തും എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇവർ എപ്പോഴാണ് കേരളത്തിലേക്ക് തിരിക്കുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതിവേഗം തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നിരീക്ഷകരെ AICC നേതൃത്വം പ്രഖ്യാപിക്കും. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ നിരീക്ഷകരായി എത്തും. അതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന പേരുകൾ P. ചിദംബരത്തിന്റെയും അതുപോലെ തന്നെ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെയുമാണ്. ഇവർ ഇന്ന് തന്നെ ഇതിൽ നിരീക്ഷകരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലത്തോടു കൂടിയോ കേരളത്തിലേക്ക് എത്തി അവിടെയുള്ള MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. MLA-മാരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുന്നത് പോലെ ഒപ്പം തന്നെ അവരുമായി ഒരുമിച്ചും ഈ നിരീക്ഷകർ ചർച്ച നടത്തും. അതിനുശേഷം ഒരു റിപ്പോർട്ട് AICC ഹൈക്കമാൻഡിന് സമർപ്പിക്കുകയും പിന്നീട് AICC നേതൃത്വം ഇതിലൊരു തീരുമാനമെടുക്കും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഉച്ചയോടുകൂടി KC വേണുഗോപാലും ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനുശേഷം ആരായിരിക്കും നിരീക്ഷകരെ എത്തേണ്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും വൈകുന്നേരത്തോടുകൂടി കേരളത്തിലെ AICC നിരീക്ഷകരെ പ്രഖ്യാപിക്കുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രകാരം P. ചിദംബരവും അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ടും ഈ പദവികളിലേക്ക് എത്തും എന്നതാണ് മനസ്സിലാകുന്നത്. ഇതുകൂടാതെ തന്നെ MLA-മാരുമായി ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുക, അതുപോലെ തന്നെ MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കും. അതിനു പുറമെ MP-മാരുമായും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും നിരീക്ഷകർ ഒരുപക്ഷെ ചർച്ചകൾ നടത്തുമെന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നിലവിൽ 63 പേരാണ് കോൺഗ്രസിന് അവിടെ MLA-മാരായി വിജയിച്ചു വന്നിട്ടുള്ളത്. ഇവരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഇവരിൽ ആർക്ക് ഭൂരിപക്ഷം അല്ലെങ്കിൽ അവർ ആരെയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്നത് എന്നതാണ് ഏറെ നിർണായകമാകുക. മുൻപ് കർണാടകയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടർന്നിരുന്നു. അന്ന് DK ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ട ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് രണ്ട് പേർക്കും കൃത്യമായ പിന്തുണ MLA-മാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ആർക്കായിരിക്കും കൂടുതൽ പിന്തുണ എന്നത് തന്നെ ഏറെ നിർണായകമാകും. എന്തായാലും നാളെ തന്നെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തും എന്നതാണ് നിലവിൽ AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആരാണെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷം നാളെ എത്തി കൂടിയാലോചനകൾ അതുപോലെ തന്നെ ചർച്ചകൾ നടത്തി എത്രയും പെട്ടെന്ന് തന്നെ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുവാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡും ലക്ഷ്യം വയ്ക്കുന്നത്. ദിലീപ് കുമാർ, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് PR അരവിന്ദ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഇന്ന് ഉച്ചയോടുകൂടി കേരളത്തിലേക്ക് തിരിച്ചേക്കും എന്നാണ് PR അരവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത്. P. ചിദംബരത്തിൻ്റെയും അശോക് ഗെഹ്ലോത്തിൻ്റെയും പേരുകളാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിരീക്ഷകരായി കേരളത്തിലെത്താൻ സാധ്യതയുള്ളവരുടേതായി പറഞ്ഞു കേൾക്കുന്നത്. MLA-മാരുടെ മനസ്സിലിരിപ്പായിരിക്കും ആദ്യം ഇവർ തേടുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ MLA-മാരുടെ മനസ്സിലിരിപ്പിൽ KC വേണുഗോപാലിനുള്ള സാധ്യതയാണ്. KC അനുകൂലിക്കുന്ന ഭൂരിപക്ഷം MLA-മാരാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ വിജയത്തിൻ്റെ ക്രെഡിറ്റ് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്തെ നയിച്ച് സമാനതകളില്ലാത്ത വിജയം നേടിക്കൊടുത്തത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അർഹതയ്ക്ക് നൽകേണ്ട അംഗീകാരമാണ്. ആ നിലയിൽ ഹൈക്കമാൻഡ് അത് കണക്കിലെടുക്കുമോ അതോ അനുഭവ സമ്പത്തും പരിചയസമ്പന്നതയുമുള്ള രമേശ് ചെന്നിത്തലയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുമോ? ആരായിരിക്കും മുഖ്യമന്ത്രി? പന്തിപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലാണ്. കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.